ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവം കൃഷ്ണാർപ്പണ നമസ്തു. എല്ലാവർക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഏതു വ്യക്തിയാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കുന്നത്? അതായത് നിങ്ങളെക്കുറിച്ച് സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ്? എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എടുക്കാവൂ എന്ന് വീണ്ടും പറയുന്നത്. നെഗറ്റിവിറ്റി ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യരുത്. അതാണ് വീണ്ടും വീണ്ടും അത് അടിവരയിട്ട് പറയേണ്ടി വരുന്നത് എനിക്ക്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതൊരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആരാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കിന്ന് ഒരു വ്യത്യസ്തതര ഒരു ഡെക്കാണ് എടുത്തിരിക്കുന്നത് ഇതിനായിട്ട്. ആരാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡെക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെക്കാണിത്. അപ്പം ഈ ഒരു ഡെക്ക് വെച്ചാണ് ഇന്ന് നമ്മൾ ഇത് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ആരാണ് നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നത് നോക്കാം. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ഈ ഒരു സമയത്ത് അമിതമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ആയിരുന്നു ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊരു ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ ലിവ് ഇൻ ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലിരിക്കുകയാണ്. ആ ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രയൽസ് അഹെഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഹൗ സ്ട്രോങ് ഈസ് യുവർ ലവ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു വാല്യൂ തരാത്തൊരു വ്യക്തിയായിരുന്നു. അതുപോലെ നിങ്ങളെക്കുറിച്ച് എപ്പോഴും അവരവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇവർക്ക്. പക്ഷേ നിങ്ങളുമായിട്ട് വേർപിരിഞ്ഞപ്പോഴാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ തുടങ്ങുകയും നിങ്ങളെ ആയിട്ട് എപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മകളൊക്കെ അവർക്ക് മിസ്സാകുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്ത കാര്യങ്ങളിലൊക്കെ അവർക്ക് ഭയങ്കര കുറ്റബോധമുള്ളതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പം ഈ ഒരു വേർപിരിയൽ ശരിക്കും വരെ പലതും പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ലവറാകാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, ആരുമാകാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് ഇരിക്കുകയാണ്. ആ ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നത്. അവരുടെ ഭയങ്കര വേദനയാണ് അവർക്ക് ഇപ്പോഴും. നിങ്ങളില്ലാത്ത ആ ഒരു ആ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഇങ്ങനെ ഒരു സെപ്പറേഷനിലാണ് അവർ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാനും അവരും തമ്മിലുള്ള ബന്ധം ഇത്രമാത്രം ദൃഢമായിരുന്നു, ആ ഒരു സ്നേഹബന്ധം. അപ്പോൾ അതിൻ്റെ ആഴത്തെപ്പറ്റി ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഈ ഒരു വേർപിരിയലിൻ്റെ സമയത്താണ്. അപ്പം നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരാൾ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഒരു നോ കോണ്ടാക്റ്റ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. കാര്യം അവരായിട്ടെടുത്ത തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലേക്ക് വന്നത്. അതിലവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത കാർഡ് എടുത്ത് നോക്കാം. കാർമിക് ലെസൺ. ദിസ് ലവ് ടീച്ചസ് ഗ്രോത്ത് നോട്ട് കംഫർട്ട് എന്ന് പറഞ്ഞൊരു ഇതാണ്. അതായത് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബന്ധം ഒരു കാർമിക് ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു. അപ്പം ഈ ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന നമ്മളെ ഒരു ലെസൺ പഠിപ്പിക്കാനാണ്. അപ്പം കാർമിക് ലെസൺ എന്ന് പറയുമ്പം നല്ല കാര്യങ്ങളും പഠിപ്പിക്കാം, മോശം കാര്യങ്ങളും പഠിപ്പിക്കാം. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാത്തിനും ഒരു ഇമ്പ്രൂവ്മെൻറ്റിനും ഒരു സെൽഫ് ഗ്രോത്തിനും ഒക്കെ ഏറ്റവും കൂടുതൽ അനിവാര്യമായിരുന്നു. അപ്പം അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ വളരെ പെട്ടെന്ന് ഒരു അട്രാക്ഷനിലാവുകയും
എന്താണ് വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു ബന്ധം വളരെ മനോഹരമായിട്ട് മുട്ടിട്ടതായിട്ടും പിന്നെ അതങ്ങ് എന്താണ് വളരെ ഡീപ്പായി മാറുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ഇവരോടൊരു താല്പര്യം തോന്നി, അതുപോലെ തന്നെ ഒരു അട്രാക്ഷൻ, ഇവരെ എവിടെ വെച്ചോ കണ്ടിരുന്ന പോലെ, അല്ലെങ്കിൽ ഇവളെ അല്ലെങ്കിൽ ഇവനെ മുൻപ് ഏതോ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം ഇവരെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാം, അതുപോലെയാണ് നിങ്ങൾക്ക് ഇവരോടൊരു സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ തോന്നിയത്. ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പായിട്ട് ഈ ഒരു ബന്ധത്തിനെ എടുക്കുക. മജോറിറ്റി ആൾക്കാരുടെ കാര്യത്തിൽ ഒരു വിവാഹിതേര ബന്ധം, അതായത് കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായ ഒരു ബന്ധമായിട്ടും അതുപോലെ ലവേഴ്സിൻ്റെ ഒരു എന്താണ് ആ ഒരു കണക്ഷനായിട്ടുമാണ് കൂടുതൽ കാണുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ഒരു ബന്ധമായിട്ട് വരുന്നുണ്ട് കുറച്ച് പേർക്ക്. പക്ഷേ അതിനേക്കാൾ ഉപരി എന്താണ് ഒരു വിവാഹേതര ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാർഡുകൾ, ലവേഴ്സിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡുകളുമാണ് കൂടുതലായിട്ട് വന്നത്. അപ്പോൾ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പറയുന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ അവൻ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും എൻ്റെ ജീവിതം വഴിതിരിച്ച് വിട്ട ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നെ സഹായിച്ചൊരു വ്യക്തിയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വേർപിരിയലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേദനിപ്പിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ട് കാണുന്നത്. അതായത് നിങ്ങളുമായിട്ട് വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആ വേർപിരിയലിന് തൊട്ട് മുമ്പ്. കാര്യം നിങ്ങൾ അത്രത്തോളം വിഷമിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു നിമിഷം നിങ്ങളെപ്പറ്റി അമിതമായിട്ട് ചിന്തിക്കുന്നത്. അവർക്ക് അതിലൊരു കുറ്റബോധം വന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വാല്യൂ ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം നിങ്ങളുമായിട്ട് വേർപിരിയുന്നതിന് തൊട്ട് മുമ്പ് നല്ല രീതിയിലുള്ള വഴക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം നിങ്ങൾക്ക് പുല്ലുവില മാത്രം തന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ബന്ധത്തിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് പുല്ലുവില മാത്രം തന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവർക്ക് ആദ്യം നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര ചക്കരയും പീരയും പോലെയായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അതായത് പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം വളരെ കുറയുകയും എന്താണ് പിന്നെ ആ ഒരു ബന്ധം ഒരു എൻഡിലേക്ക് പോയതായിട്ടും കാണുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫും വരുന്നുണ്ട്, പക്ഷെ ഒരു 25% അത് വരുന്നത്. ഇത് കൂടുതലൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ബന്ധമായിട്ടും കാണുന്നുണ്ട്. അപ്പം എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷത്തേക്കാൾ 10 മടങ്ങ് നിങ്ങൾക്ക് ദുഃഖമായിരുന്നു ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നത്. അതാണ് ഏറ്റവും പ്രത്യേകത. ആ ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നതെന്ന് കാണുന്നു. കാര്യം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഭയങ്കര ഒരു അട്രാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പോകെ ആ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് സന്തോഷത്തേക്കാൾ ഉപരി സങ്കടം മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. നിങ്ങൾക്ക് വേദന മാത്രം തന്നിരുന്ന ഒരു ബന്ധമായിരുന്നു ഇത്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരവരുടെ തെറ്റ് തിരുത്തി നിങ്ങളിലേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണമെന്നും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണമെന്നൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ എനിക്കിപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച, ബന്ധത്തിലായിരുന്നപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നിങ്ങളെ ഉപദ്രവിച്ച ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊരാണ് ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള ആ ഒരു വ്യക്തി പാർട്ട്ണർ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. കുറച്ച് കാർഡും കൂടെ എടുത്ത് നോക്കാം. കണ്ട അൺഫിനിഷ്ഡ് സ്റ്റോറി എന്നാണ് പറയുന്നത്. ദെയർസ് മോർ ലെഫ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു കാർമിക് പാർട്ട്ണറാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അമിതമായിട്ട് ചിന്തിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തി തുടക്കത്തിൽ, പക്ഷേ ബന്ധം മുന്നോട്ട് പോകെ ആ ഒരു ബന്ധത്തിൽ വളരെ പെയിൻഫുൾ സിറ്റുവേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ വരെയും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇനിഷ്യലി ആ ഒരു ബന്ധം വളരെ മനോഹരമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു. ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ട് അകന്ന് ഇപ്പോൾ അവരുടേതായ വഴിക്കും നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് മുന്നോട്ട് പോകുന്നു. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നു എന്ന് തന്നെ എനിക്കിവിടെ പറയാനായിട്ട് സാധിക്കും. കാര്യം അവർക്ക് നല്ല രീതിയിൽ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർമിക് പാർട്ട്ണർ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അൺഫിനിഷ്ഡ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു പൂർത്തിയാക്കാത്തൊരു കഥ പോലെയാണ് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം. ഈ ഒരു കാർമിക് ബന്ധത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനൊക്കെയുള്ളവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം നിങ്ങളുമായിട്ട്
നിങ്ങളുമായിട്ട് ഏത് വ്യക്തിയാണോ നിങ്ങളെക്കുറിച്ച് ഇപ്പം കൂടുതലായിട്ട് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മജോറിറ്റി ആളുകൾക്കും എന്താണ് എനിക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾ വിവാഹത്തിന് ശേഷം പരിചയപ്പെട്ട ഒരു സുഹൃത്താവാം, പിന്നെ അതൊരു പ്രണയബന്ധമാവാം, പിന്നെ അതൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മജോറിറ്റി ആളുകൾക്കും നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ഇപ്പം എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അവർക്കൊരു ധാരണയില്ല. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വന്ന ഒരു പ്രണയമൊന്നും അവർക്ക് വീണ്ടും എന്താണ് പഴയതുപോലെ കൊണ്ടുപോകാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. കാര്യം അവർ ഒരുപാട് നിങ്ങളോട് തെറ്റ് ചെയ്തവരാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് നിങ്ങളോട് എല്ലാത്തിനും ഒന്ന് അപ്പോളജൈസ് ചെയ്യണമെന്നുണ്ട്. അത് എല്ലാത്തിനും ഒരു അപ്പോളജി നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ ക്ഷമാപണം നടത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം മജോറിറ്റി ആളുകൾക്കും ഇത് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നത്. അത് തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. സ്പേസ് ഈസ് പ്രസൻറ്റ് ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദ എൻഡ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും അവരും തമ്മിൽ ഇനിയും കുറേ കാര്യങ്ങൾ കർമ്മ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു 100%, ഒരു 95% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നത്. അവർക്ക് വളരെയധികം പശ്ചാത്താപവും കുറ്റബോധവും ഒക്കെ ഉണ്ട്. അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ബന്ധത്തിലേക്ക് വന്ന് വീണ്ടും നിങ്ങളുമായിട്ട് പ്രണയത്തിലാകാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. കാര്യം അവർക്കറിയാം അവരൊരുപാട് തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. കാര്യം നിങ്ങളെ വഞ്ചിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങളെ ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ്, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു കാർമിക് ബന്ധമായിരുന്നു. അപ്പം നിങ്ങളെ കൂടുതൽ പേരെയും മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പേരെയും ഓർക്കുന്ന ആ ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കാർമിക് പാർട്ട്ണർ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ഈ ഒരു സമയത്ത്. അങ്ങനെ എനിക്ക് പറയേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഇൻ കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജി ഇവിടെ വരുന്നില്ല. നിങ്ങളുമായിട്ട് കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് വരുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾ ഒരു കാലത്ത് വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ്. പക്ഷേ ആ ഒരു സ്നേഹമൊക്കെ ഒരു താൽക്കാലിക ഒരു ആകർഷണത്തിലേക്ക് പോവുകയും പിന്നെ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴുകയും പിന്നെ പൂർണ്ണമായിട്ട് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അമിതമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. സീരിയസ് ടോക്ക് എന്ന് പറയും, റിയൽ കോൺവെർസേഷൻ ചേഞ്ചസ് എവറിത്തിങ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്നൊന്ന് സംസാരിക്കണമെന്നേ ആഗ്രഹമുള്ളൂ. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കണം. അതുപോലെ തന്നെ അവർ തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, ആ ഒരു കാര്യത്തിൽ അവർക്ക് നല്ല രീതിയിലുള്ള റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അവരെ ആ ഒരു കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഓർമ്മകളൊക്കെ അവർക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് അവർ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. കാര്യം നിങ്ങളുടെ തെറ്റുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ബന്ധം എൻ്റെ ആയത്, ഇത് ഇവരുടെ തെറ്റുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വന്ന് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കിവിടെ പറയാനായിട്ട് പറ്റും നിങ്ങളുടെ അടുത്ത്. അപ്പം നിങ്ങളെ ഒരുപാട് ബന്ധത്തിലുണ്ടാകുന്ന സമയത്ത് ഒരുപാട് കുത്തി നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ്. അത് ചില വ്യക്തികളുടെ കാര്യത്തിൽ ഒരു ഹസ്ബൻഡ് ആകാം, ചില വ്യക്തികളുടെ കാര്യത്തിൽ വൈഫാകാം. അതുപോലെ ചില വ്യക്തികളുടെ മജോറിറ്റി ആളുകൾക്ക് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷനാണ്, ഒരു ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഒരു ലവേഴ്സ് ആയിരിക്കാം. അവരിപ്പം നിങ്ങളുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് നിങ്ങളെ ലഭിക്കണമെന്നൊന്നും അവർ വലുതായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. കാര്യം അവർ ഒരുപാട് നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ അവർക്ക് നല്ല രീതിയിലുള്ള റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ എല്ലാത്തിനും അവർക്ക് നിങ്ങളോടൊന്നൊരു അപ്പോളജി പറഞ്ഞ് അവർക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ട് നിങ്ങളൊന്ന് എല്ലാത്തിനും ഒന്ന് ക്ഷമ അവർക്ക് ചോദിക്കണമെന്നുണ്ട്. കാര്യം അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റിൻ്റെ ഫലമാണ് നിങ്ങളുടെ ബന്ധം ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ കുറച്ച് പേർക്ക്, വളരെയധികം ആളുകൾക്കും നിങ്ങളുടെ അടുത്തൊന്ന് ജസ്റ്റ് കാണുകയും സംസാരിക്കുകയും ചെയ്താൽ മതി, വേറെ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് പേരുടെ കാര്യത്തിൽ അവർ നിങ്ങളെ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദ ഡിവൈൻ ടൈം വാട്ട്സ് മീൻ ഫോർ യു അറൈവ് അറ്റ് ദ പെർഫെക്റ്റ് മൊമെൻ്റ് എന്നാണ്. കാരണം അവർ ഒരു ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്, ഒരു ഡിവൈൻ ടൈമിങ് ഇല്ലേ, അതായത് ഒരു ദൈവികപരമായിട്ടുള്ള ഒരു സമയത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ് നിങ്ങളോട് വന്ന് സംസാരിക്കാനും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഓപ്പണപ്പ് ആവാനും. അപ്പോൾ അതാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. അപ്പം നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം അമിതമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് അവസ്ഥയിൽ തുടരുന്ന, അതായത് കംപ്ലീറ്റ്ലി നോ കോണ്ടാക്ട് അവസ്ഥയിൽ നിങ്ങളുമായിട്ട് ഇപ്പം ഉള്ള ആ ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അമിതമായിട്ട് ചിന്തിക്കുന്നത്. അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവർക്ക് വളരെയധികം കുറ്റബോധമുണ്ട്. അതായത് നിങ്ങളോട് ചെയ്തതോർത്ത് അവർക്ക് വളരെയധികം കുറ്റബോധമുണ്ട്. ഒരിക്കലും ഒരാളും ഒരാളോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ നിങ്ങളുടെ അടുത്ത് ചെയ്തതെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ച വ്യക്തിയാണ്. മാനസികമായിട്ട് ശാരീരികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദന തന്നൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. അവരാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം അമിതമായിട്ട് ചിന്തിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് കടുത്ത കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ്. ഒന്ന് കണ്ടാൽ മാത്രം മതി അവർക്ക്, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ മതി. അതുപോലെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങളുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു വ്യക്തി നോ കോണ്ടാക്റ്റിലാണ്. അതുപോലെ ഈ ഒരു വ്യക്തി മറ്റൊരു ബന്ധം ഇവർക്കുണ്ടായിരുന്നു. ഇതിനെയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുകയും ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുകയും, അതായത് ഇവരായിട്ട് തന്നെ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് വന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സെപ്പറേഷൻ ആയത്. അപ്പം നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു ഒരു വ്യക്തിയാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നത്. അവർക്ക് വളരെയധികം കുറ്റബോധം ഉണ്ടെന്ന് വീണ്ടും വീണ്ടും പറയുന്നത് കാർഡുകൾ ഉടനീളം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു കാർമിക് ലെസൺ ആണ് ശരിക്കും, അല്ലെങ്കിൽ കണ്ട ഈ ഒരു കാർഡ് തന്നെ വന്നിട്ടുണ്ട്. ഇതൊരു കാർമിക് പാർട്ട്ണറാണ് നിങ്ങളുടെ. ആ ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം അമിതമായിട്ട് ചിന്തിക്കുന്നത്. അവർ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഈ ഒരു സമയത്ത് അവരവരുടെ ജീവിതത്തിലേക്ക് അവർ ആകർഷിക്കുന്നുണ്ട്, അല്ലെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക് അവർ നിങ്ങളെ തിരികെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കാണുന്നുണ്ട്. മജോറിറ്റി ആളുകൾക്കും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ചോയ്സ് ആവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല. അതൊരു ഇതാണ്. നിങ്ങൾ മറ്റു പല ബന്ധത്തിലേക്കും, അതുപോലെ തന്നെ ചില വ്യക്തികളാണെങ്കിൽ അവരുടെ കാര്യം നോക്കിപ്പോയി. ഇപ്പം നിങ്ങളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഇത് വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട വ്യക്തികൾ, ഇവരുടെ ഓർമ്മ പോലും ഇപ്പം നിങ്ങൾക്കുണ്ടാവില്ല. ഇവരെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇവരുടെ ചിന്തകൾ വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവരെപ്പറ്റി വളരെ കാര്യമായിട്ടൊന്നും നിങ്ങൾ ഓർക്കുന്നില്ല. അപ്പം നിങ്ങളുടെ ഇപ്പം അവരെപ്പറ്റി നിങ്ങൾ ഒട്ടും ചിന്തിക്കുന്നില്ല. അപ്പം അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പം നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ച് വളരെയധികം ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയും നിങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു ഫ്രണ്ടായിട്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്കാണ് ഒരു പാർട്ട്ണറായിട്ട് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു എനർജിയാണ് ഇന്ന് എനിക്കിവിടെ കിട്ടിയത് തന്നെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്, ഇൻഡെപ്ത് ആയിട്ടുള്ള പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അത് കോൾ ചെയ്യണമെന്നില്ല, മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാമെന്നൊരു പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ് ഞാൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ഓക്കേ.